എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വിശദീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ രക്ഷാദൗത്യം അത് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇന്നലെ രാത്രിയിൽ കോസ്റ്റ് ഗാർഡിന്റെ സചേതും സമദ് പ്രഹരി എന്നും പറഞ്ഞ രണ്ട് കപ്പലുകൾ ഒരു ഡിസഡ്വാൻറ്റേജ് പൊസിഷനിലായിരുന്നു. ബിക്കോസ് കണ്ടെയ്നേഴ്സ് ഒക്കെ രാത്രിയിൽ വിസിബിലിറ്റി ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും അവര് ഷിപ്പിന്റെ അടുത്തെത്തി കൂളിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ അടുത്ത് ഹൈ പ്രഷർ ജെറ്റ് ചെയ്യുന്ന വെള്ളം എന്നുള്ള സംവിധാനം ഉണ്ട് ഈ രണ്ട് ഷിപ്പിൽ. അത് വെച്ച് അത് ഫുൾ നൈറ്റ് അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. കോസ്റ്റ് ഗാർഡിന്റെ ഒരു ഡോണിയർ എയർക്രാഫ്റ്റ് ഇപ്പോൾ രാവിലെ ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. അത് അവിടെ പോയിട്ട് ഏരിയൽ സർവൈലൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഫയറിന്റെ സ്റ്റേറ്റസ് എന്താണെന്ന്. കോസ്റ്റ് ഗാർഡ് ഷിപ്പ് സമർത്ത് എന്ന് പറഞ്ഞ ഒരു ഷിപ്പ് ഇന്ന് രാവിലെ സെയിൽ ഔട്ട് ചെയ്യും. ഒരു കമ്പനി ഒരു സാൽവേജ് നിയമിച്ചിട്ടുണ്ട്. അതിന്റെ എക്സ്പേർട്സുമായിട്ട് ഇൻസിഡന്റ് നടന്ന സ്ഥലത്തോട്ട് ഈ സമർത്ത് വന്ന ഷിപ്പ് കൊണ്ടുപോകും. അതിനെ സൂറത്ത് ഇന്ന് രാവിലെ അവിടുന്ന് തിരിച്ച് വീണ്ടും ഏരിയ ഓഫ് ഓപ്പറേഷനിലോട്ട് വരും. അതിനെ സത്ലജ് നേവിയുടെ ഷിപ്പ് ഇപ്പോഴും ആ ഏരിയയിൽ തന്നെ എൻഹാൻസ്മെന്റിന് വേണ്ടി സ്റ്റാൻഡ് ബൈ ആയിട്ട് അവിടെ നിൽക്കുന്നു. ശ്രീ അതുൽ, ഈ കാണാതായ 4 പേർ, അവരെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? ആസ് ഓഫ് നോ ഇല്ല. ഇന്നലെ രാത്രിയിൽ ബാക്കിയുള്ള ഷിപ്പുകളൊക്കെ സെർച്ച് ഓപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യുകയാണ് അവർക്ക് വേണ്ടി. ഓക്കെ അതുൽ, ഒരു കാര്യം കൂടി ശ്രീ അതുൽ, ഇപ്പോൾ ഏറ്റവും വലിയ ആശങ്കയായി നിലനിൽക്കുന്നത് ഈ കണ്ടെയ്നറിനുള്ളിലെ രാസപദാർത്ഥങ്ങൾ അത് അത്രത്തോളം വിഷമയമുള്ളതാണ് എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ്. കേരള തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത് എത്രത്തോളം നമ്മൾ ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ട ഒരു ഘട്ടമാണ്? ഇപ്പൊ കണ്ടെയ്നേഴ്സ് അതിനകത്ത് എത്ര എണ്ണം വെള്ളത്തിൽ വീണെന്നുള്ള ഒരു അനാലിസിസ് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. പക്ഷെ അറ്റ് ദ സെയിം ടൈം എയർക്രാഫ്റ്റ്സിനും ഷിപ്പിലെ ക്രൂവിനും കണ്ടെയ്നേഴ്സ് ഫ്ലോട്ട് ചെയ്യുന്ന കാണാം. അപ്പൊ ഇനി ഈ കണ്ടെയ്നേഴ്സ് ഡിപ്പെൻഡ് ചെയ്യും. അതിലിപ്പോ അത് വെയിറ്റഡ് സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ കണ്ടെയ്നേഴ്സ് അവിടെ തന്നെ താഴെ മുങ്ങിപ്പോവാം. അതേ കണ്ടെയ്നേഴ്സിൽ ഇപ്പൊ എം ടി ആണെങ്കിലോ അതല്ലെങ്കിൽ സെമി ഫിൽഡ് ആണെങ്കിൽ ചിലപ്പോൾ കണ്ടെയ്നേഴ്സ് ഫ്ലോട്ട് ചെയ്യും. അപ്പൊ ഫ്ലോട്ട് ചെയ്തിട്ട് ഏത് ഡയറക്ഷനിലാണ് എവിടെ വരുന്നതെന്നുള്ള ഒരു അനാലിസിസ് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് പറയാൻ പറ്റുള്ളൂ. എത്ര കണ്ടെയ്നേഴ്സ് കരയിൽ വരുന്നു അതല്ലെങ്കിൽ എത്ര കണ്ടെയ്നേഴ്സ് വെള്ളത്തിൽ പോകുന്നു. സോ വി ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. ശ്രീ അതുൽ പിള്ള, ഇതിപ്പോൾ കാലാവസ്ഥയുടെ ഒരു സാഹചര്യം എങ്ങനെയുണ്ട്? ആഴക്കടലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ അതാണല്ലോ ഈ ഫ്ലോട്ടിംഗ് ഒക്കെ നിർണ്ണയിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. മോൺസൂൺ എപ്പോഴും നല്ല വർഷമുള്ളത്. പക്ഷെ നേവിയും കോസ്റ്റ് ഗാർഡും ഇതിനു വേണ്ടി ട്രെയിൻഡ്. ഇങ്ങനെയുള്ള കാലാവസ്ഥയിൽ ഇങ്ങനെയുള്ള അഡ്വേഴ്സ് കണ്ടീഷൻസിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ഫുള്ളി ട്രെയിൻഡ്. സോ ആ ഒരു ട്രെയിനിങ്ങിന്റെ ഇത് വെച്ച് ബിക്കോസ് ഇന്നലെ രാത്രിയിൽ അവിടെ പോകാൻ വേണ്ടി ഞാൻ പറഞ്ഞു അത്രയും റിസ്ക് ആയിരുന്നു. ബിക്കോസ് അതിൽ ഏതെങ്കിലും ഒരു കണ്ടെയ്നേഴ്സ് ഷിപ്പിന്റെ പ്രൊപ്പല്ലറിൽ ടച്ച് ചെയ്താലോ അല്ലെങ്കിൽ ആ ഷിപ്പിനും സേഫ് അല്ലായിരുന്നു. ബട്ട് ഒരു കാൽക്കുലേറ്റീവ് റിസ്ക് എടുക്കാനുള്ള അതിന്റെ കമാൻഡിംഗ് ഓഫീസേഴ്സിനും അതിന്റെ ക്രൂവിനും ഉണ്ട് ഈ കോസ്റ്റ് ഗാർഡിന്റെ നേവിയുടെ ഷിപ്പ്. അതനുസരിച്ച് അവർ മുമ്പോട്ട് ഓപ്പറേഷൻസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച് കമാൻഡർ അതുൽ പിള്ള ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ഡിഫൻസ് PRO കമാൻഡർ അതുൽ പിള്ളയാണ് നമുക്കൊപ്പം ചേർന്നത്. കൂടുതൽ